എക്സാം മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ യൂണിവേഴ്സിറ്റി അയക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അയക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്മിറ്റ് ഇതിവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളിത് മെയിൽ അയക്കാണ്. ഇത് അയച്ചിട്ട് അവർ പ്രോബ്ലം എക്സാം മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് പോവേണ്ടി വരും. മനസ്സിലായി? അപ്പം ഇത് ഫസ്റ്റ് ലെവലാണ്. കാരണം 2 മാസം ആവുന്നതിന് മുമ്പ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ 6 മാസം തരും എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ കാര്യം ചെയ്തിരുന്നില്ല. പിന്നെ മാനസികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിൻ്റെ ടെൻഷനും കാര്യങ്ങളും അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു തരത്തിൽ മാനസികമായിട്ട് ആൾക്കാരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റി റൈറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തില്ലേ, ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതുപോലെ എന്തൊക്കെയോ നമുക്ക് എഫക്റ്റ് ചെയ്യാന്നുള്ളത് വലിയ മോശമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അതിപ്പം അടുത്ത 5 മാസം, ഇപ്പം ഈ 2 മാസമൊക്കെ നടത്തുന്ന ഈ സമയം പിടിക്കാനാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി, മുമ്പത്തെ 6 മാസം ഇപ്പം ഇല്ലെങ്കിൽ അടുത്ത് വരുന്ന സമയത്ത് 5 മാസമാക്കി കൊണ്ടുവന്നാലും മതിയല്ലോ. ഒരു സമയം ഇത്ര പെട്ടെന്ന് ആക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ വരും. കാറ്റഗറി സെലക്ട് ചെയ്യാൻ വരുമ്പം അക്കാദമിക് റിലേറ്റഡ് ആണോ, അക്കൗണ്ട്സ് ആണോ, അഡ്മിഷൻ റിലേറ്റഡ്, എക്സാമിനേഷൻ റിലേറ്റഡ്, അതിൽ എക്സാമിനേഷൻ റിലേറ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സബ് കാറ്റഗറി എക്സാം രജിസ്ട്രേഷന്, എക്സാം ഫീ, അതർ എക്സാം റിലേറ്റഡ്, ഇതിൽ നമുക്ക് എക്സാം രജിസ്ട്രേഷന്, സെൻറ്റർ ചേഞ്ച് റിലേറ്റഡ്, ഹോൾ ടിക്കറ്റ്, വേർഷൻ രജിസ്ട്രേഷൻ, ഓക്കെ. അതിൽ ഏറ്റവും അടിയത്തെ കൊടുക്കാം. ഏറ്റവും അടിയത്തെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെമസ്റ്റർ ഏതാ, സെമസ്റ്റർ 2, അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ വരും. ആ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ അതിൽ അയക്കാം. വേണമെങ്കിൽ നമുക്കിപ്പം ഒരു സെമസ്റ്റർ 6 മാസം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള സാധനം വേണമെങ്കിൽ ടാഗ് ചെയ്തിട്ട് ഞാൻ അയച്ചുതരാം. ആ സാധനം ജസ്റ്റ് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് അയച്ചു കൊടുക്കുക. അതും കൂടെ കഴിഞ്ഞാൽ ജസ്റ്റ് സബ്മിറ്റ് അടിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്തോളും, അവരെ മെയിലോ എന്തെങ്കിലും റിപ്ലൈ പിന്നീട് വന്നോളും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്താ പ്രശ്നമൊന്നും സോൾവിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതെല്ലാവരും ചെയ്യാം കേട്ടോ.